സാറേ, ഈ ക്രിക്കറ്റ് താരമായി പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പിന്നീട് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തലവനായി മാറിയ ഒരാളാണ് ഇമ്രാൻഖാൻ. ഇപ്പോൾ അദ്ദേഹം തടവറയിലാണ്. പാകിസ്ഥാൻ്റെ ഒരു ഗതി അങ്ങനെയാണ്. എല്ലാ ഭരണത്തലവന്മാരും ഒടുവിൽ എത്തിച്ചേരുക ഒന്നുകിൽ വിദേശ രാജ്യത്തെ അഭയാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ തടവറയിലുമാണ് എത്തിച്ചേരുക. അപ്പോൾ ഇമ്രാൻഖാൻ്റെ വാർത്തകൾ ഇങ്ങനെ നിറയുന്നുണ്ട്. പലതരത്തിൽ ദുരൂഹതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന പോലും ഒരു ഘട്ടത്തിൽ വാർത്ത വന്നിരുന്നു. ഇമ്രാൻഖാൻ്റെ പുത്രൻ പക്ഷേ ഒരു ഈ വാർത്തകളിൽ ഇതിനോടനുബന്ധിച്ച് നിറയുന്നുണ്ട്. ഇമ്രാൻഖാൻ്റെ പുത്രൻ രാഷ്ട്രീയത്തിൽ വരുന്നു എന്ന ഒരു സാധ്യതയും കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സാധ്യത? വലിയ സാധ്യതയാണ്. അതായത് മൂത്ത മകൻ സുലൈമാനല്ല, ഇളയ മകൻ കാസിം ഖാനാണ് ഇപ്പോൾ ഇത് ആഗോളതലത്തിൽ അദ്ദേഹം തടവറയിൽ ഈ ജീവച്ഛവമായി കിടക്കുന്നു എന്നുള്ള വിവരം ആഗോളതലത്തിലൊക്കെ അറിയിക്കുന്നതും അതിനെതിരെ പ്രതിഷേധിക്കുന്നത്, അതിനെതിരെ പ്രസ്താവന നടത്തുന്നത് ഒക്കെ ഇളയ മകൻ കാസിം ഖാൻ ആണ്. അപ്പോൾ സത്യത്തിൽ ഇവർ പഷ്തൂൺ വംശജരാണ്, ഇമ്രാൻഖാനും ഒക്കെ. മറ്റേയാൾ പഞ്ചാബി മുസ്ലിമാണ്, മുനീർ. അപ്പൊ ഈ പഞ്ചാബികളും പഷ്തൂൺകാരും ഉള്ള വംശവെറി ഇതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇമ്രാൻഖാന് ബ്രിട്ടീഷ് പത്രപ്രവർത്തക ജമീമ ഗോൾഡ്സ്മിത്ത്, അവർ ജൂതയല്ല, ജമീമ ഗോൾഡ്സ്മിത്തിലുള്ള മകൻ, 2 കുട്ടികളാണ്. ഇളയ മകനാണ് ഈ കാസിം ഖാൻ, ചേട്ടൻ സുലൈമാൻ. അപ്പോൾ ഈ 2 മക്കളെയും ഞാൻ രാഷ്ട്രീയത്തിൽ ഇറക്കുന്നില്ല എന്ന് നേരത്തെ ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തനിക്കും കുടുംബത്തിനും എതിരെ 1 മാസമായിട്ട് മനുഷ്യാവകാശ ധ്വംസനം ഈ പാകിസ്ഥാൻ ഭരണകൂടം നടത്തുന്നു എന്ന് ഇപ്പോൾ കാസിം ഖാൻ ആദ്യമായിട്ടാണ് പരസ്യമായി രംഗത്ത് വരുന്നത്, മകൻ. അതുകൊണ്ട് ആഗോളതലത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടണം എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ്, ഒരു ഐസൊലേഷൻ വാർഡിലാണ് ജയിലിൽ. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് കാസിം ഖാൻ പറഞ്ഞിരിക്കുന്നത് മുനീറിനുള്ള മുന്നറിയിപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം മുനീറുമായിട്ട് വേണമെങ്കിൽ പരസ്യമായിട്ട് ഏറ്റുമുട്ടാം എന്ന് പറഞ്ഞിട്ട് തന്നെ ഇമ്രാൻഖാൻ്റെ മകൻ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ കാസിം ഖാൻ ജനിച്ചത് 1999-ലാണ്. അപ്പോൾ 26 വയസ്സ് അല്ലേ? അപ്പോൾ ബാല്യം പാകിസ്ഥാനിലായിരുന്നു. അത് കഴിഞ്ഞ് ബ്രിട്ടനിലേക്ക് പോയി. അവിടെ ആന്ത്രപ്പോളജി പഠിച്ചു, നരവംശാസ്ത്രം പഠിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റോൾ സർവകലാശാലയിലാണ് പഠിച്ചത്. 2023 ബിരുദം നേടിയ ശേഷം കാസിം ഖാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മിഫു എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, ബിസിനസ് പ്ലാറ്റ്ഫോം. അവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഈ ഇൻഫ്ലുവൻസേഴ്സിനെ വലിയ കമ്പനികൾ, ബ്രാൻഡുകളുമായിട്ട് ബന്ധപ്പെടുത്തും. അതായത് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഒരു താരമായിരിക്കാം, പക്ഷെ ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ എത്ര എഴുതിയാലും $1 പോലും കിട്ടില്ലല്ലോ, ചെറിയ തുകയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ബ്രാൻഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇവരുടെ കണ്ടന്റ് മോണിറ്റൈസ് ചെയ്യുക, ഇവരെ എഴുതുന്നതിന് പൈസ ഉണ്ടാക്കി കൊടുക്കുക. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം മിഫു ഉണ്ടാക്കണം. അതാണ് ഇപ്പോൾ കാസിം ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലാണ് അദ്ദേഹം. അപ്പോൾ രാഷ്ട്രീയത്തിൽ സത്യത്തിൽ ഇരുവരും ഇല്ല, 2 മക്കളും. അപ്പോൾ ഇമ്രാൻഖാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മക്കള് ജയിലിൽ കാണും, രാഷ്ട്രീയത്തിൽ കാണില്ല എന്ന് പറഞ്ഞാൽ ജയിലിൽ വന്ന് എന്നെ കാണും എന്നാണ് ഉദ്ദേശിച്ചത് എന്നർത്ഥത്തിൽ. അപ്പോൾ കാസിം ഖാൻ ഇപ്പോൾ പ്രസ്താവനയിൽ പറഞ്ഞത്, മകൻ 845 ദിവസമായി ബാപ്പ ജയിലിൽ, 6 ആഴ്ചയായിട്ട് മരണമുറിയിൽ അദ്ദേഹം ഏകനാണ്. സഹോദരിമാരെ കാണുന്നതിൽ നിന്നും മുനീറിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, പിടിച്ചുകൊണ്ട് പോകുമല്ലോ. സഹോദരിമാരെ വിലക്കി, കോടതി ഉത്തരവുണ്ടായിട്ടും വിലക്കി. ഫോൺ കോളുകൾ ചെയ്യാൻ പറ്റില്ല, കൂടിക്കാഴ്ചകൾ നടത്താൻ പറ്റില്ല, ആരോഗ്യത്തെപ്പറ്റി ഒരു വിവരവും ഇല്ല അദ്ദേഹത്തിൻ്റെ. എനിക്കും എൻ്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ സർക്കാരിനും മന്ത്രിമാർക്കുമാണ് ഉത്തരവാദിത്തം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നുള്ള മുന്നറിയിപ്പും കാസിം ഖാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ
പ്രസ്ഥാനം ഉണ്ടല്ലോ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മൂവ്മെന്റ്, അതെ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ ഉണ്ടാകണം എന്നുള്ള പ്രസ്ഥാനത്തിൽ പങ്കുവഹിച്ച സിവിൽ എഞ്ചിനീയർ ഇക്രാമുള്ള ഖാൻ നിയാസിയുടെ മകനാണ് ഇമ്രാൻഖാൻ. ഇമ്രാൻഖാൻ്റെ അച്ഛൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഷൗക്കത്ത് ഖാനും ആണ് ഉമ്മ. അവര് വീട്ട് കാര്യങ്ങളുമായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. 4 സഹോദരിമാരാണ്: റൂബിന, അലീമ, ഉസ്മ, റാണി. ഇതിൽ ഇവരൊക്കെ വളരെ നല്ല വിദ്യാഭ്യാസമൊക്കെ അതെ അതെ. പഷ്തൂണികൾക്ക് ആ കൂട്ടത്തിൽ ആദ്യമേ നല്ല നമ്മുടെ ഖാൻ അബ്ദുൽ ഗഫാർ ഖാന്റെ ഒക്കെ ഒരു സമുദായമാണ്. കാരണം ഈ അലീമ കഴിഞ്ഞ ദിവസം നമ്മുടെ നാഷണൽ ചാനലിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവരും വളരെ ബോൾഡായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, ഇത് കുഴപ്പമാണെന്നൊക്കെ അവർ നന്നായിട്ട് ഇംഗ്ലീഷ്, ആധുനിക വിദ്യാഭ്യാസവും ഇംഗ്ലീഷും. അതെ. അപ്പോൾ 3 നിക്കാഹാണ് ഇമ്രാൻഖാൻ ചെയ്തത്. ഒന്ന് ജമീമ 1995 ജൂത, 2004 അവർ പിരിഞ്ഞു. പിന്നെ ബ്രിട്ടീഷ് പാകിസ്ഥാൻ പത്രപ്രവർത്തക റഹാം ഖാനെ 2015 നിക്കാഹ് ചെയ്തു. അത് മാസങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. 2018 ഇദ്ദേഹം ബുഷ്ര ബീബിയെ, അവിടുത്തുകാരിയാ, അവർ മന്ത്രവാദിനി ആണ് എന്നാണ് അറിയപ്പെടുന്നത്. അവർക്കെതിരെ അന്വേഷിച്ചിട്ട് അവരെ പിടികൂടുകയൊക്കെ ചെയ്തിരുന്നു മുനീർ. അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. ISISന്റെ ചീഫായിരുന്നു അപ്പോൾ മുനീർ. ആ സമയത്താണ് ഇമ്രാൻഖാനും മുനീറും തമ്മിൽ തെറ്റുന്നത്, ഈ ഭാര്യയെ ജയിലിലാക്കും എന്നുള്ള നില വന്നപ്പോൾ. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇമ്രാൻഖാനെ പറ്റി ശശി തരൂർ എഴുതിയൊരു ലേഖനം വായിച്ചു. നല്ല ഒന്നാം തരം ലേഖനം. ശശി തരൂർ എഴുതുന്ന രാഷ്ട്രീയ ലേഖനങ്ങളേക്കാൾ ഇമ്രാൻഖാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പത്തിനെ പറ്റിയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. നല്ല ഭാഷ, മറ്റേ കടുത്ത ഇംഗ്ലീഷ് വാക്കുകളൊന്നും ഇല്ലാതെ ലളിതമായിട്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഇമ്രാൻഖാൻ്റെ സഹോദരി UN ഐക്യരാഷ്ട്രസഭയിൽ ശശി തരൂരിൻ്റെ സഹപ്രവർത്തകയായിരുന്നു ഇമ്രാൻഖാൻ്റെ സഹോദരി. ശരി. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഇമ്രാൻഖാനെ കാണുന്നത്. കാരണം ഈ സഹോദരിയുടെ വീട്ടിലൊരു വിരുന്നുണ്ടായിരുന്നു. അന്ന് ഇമ്രാൻഖാൻ ക്രിക്കറ്ററാണ്. അപ്പോൾ ആ സമയത്ത് ശശി തരൂരും പോയിരുന്നു, അന്ന് കാണുന്നൊക്കെ ഉണ്ട് അവർ. ഇന്ന് ഇമ്രാൻഖാൻ 72 വയസ്സുണ്ട്. അദ്ദേഹം പഷ്തൂൺ ആണ്, ഓക്സ്ഫോർഡിൽ പഠിച്ച ആളാണ് ഇമ്രാൻഖാൻ. അപ്പോൾ 1992 ലോകകപ്പ് വിജയം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വലിയ സ്റ്റാറായി. അന്ന് ക്യാപ്റ്റനായിരുന്നല്ലോ. അമ്മയുടെ പേരിൽ ക്യാൻസർ ആശുപത്രി സ്ഥാപിച്ചു. ഇത് കഴിഞ്ഞ് 1996 PTI എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. 2017 ഒരു ഇന്ത്യൻ സംഘത്തിൽ അംഗമായിട്ട് ശശി തരൂര് പാകിസ്ഥാനിൽ പോയി. അങ്ങനെ പാകിസ്ഥാനിൽ പോയപ്പോൾ ഇമ്രാൻഖാൻ അവിടെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ശശി തരൂരിനെ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ഇമ്രാൻഖാൻ. പക്ഷെ ശശി തരൂരിനെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ അവിടുത്തെ സർക്കാർ അനുവദിച്ചില്ല ഇമ്രാൻഖാന്. എന്തു പറ്റി? ഇമ്രാൻഖാൻ 4-5 പേരുമായിട്ട് ശശി തരൂരിനെ കാണാൻ ഹോട്ടലിൽ വന്നു. അപ്പോൾ ഹോട്ടലിൽ വന്നിട്ട് അപ്പോൾ സ്വപൻ ദാസ് ഗുപ്തയും പത്രപ്രവർത്തകനും MP ഒക്കെ ആയിരുന്നല്ലോ BJPയുടെ. സ്വപൻ ദാസ് ഗുപ്ത മുമ്പ് ഇന്ത്യ ടുഡേയിൽ ലേഖകനായിരുന്ന ആളാണ്. സ്വപൻ ദാസ് ഗുപ്തയും മീനാക്ഷി ലേഖിയും അന്ന് ശശി തരൂരിൻ്റെ കൂടെ ഉണ്ട്. ആ സമയത്ത് ഇമ്രാൻഖാൻ വന്നത് ശശി തരൂരിൻ്റെ ആൻ ഈറ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂറോളം ഇവർ സംസാരിച്ചതായിട്ട് പറയുന്നുണ്ട് അന്ന്. പിന്നെയും അവർ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. 2022 പട്ടാളായിട്ട് ഉരസി ഇമ്രാൻഖാൻ. അങ്ങനെയാണ് ഈ ആദ്യ അല ജയിലിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഇമ്രാൻഖാനെ പറ്റി. അപ്പോൾ ഇമ്രാൻഖാന് ശേഷം നേരത്തെ ഭൂട്ടോയുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഉള്ള മക്കൾ ഇപ്പോഴും ഉണ്ടല്ലോ. ബിലാവല് ഉണ്ട്. ഭൂട്ടോ തടവിലായിരുന്നു, തൂക്കിലിടുകയൊക്കെ ചെയ്തു. അതെ, തൂക്കിലിട്ടു. അപ്പോൾ അങ്ങനെ അവിടെയും കുടുംബത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു താരോദയം അവിടെ വന്നിരിക്കുന്നു. കാസിം ഖാൻ, ഇമ്രാൻഖാൻ്റെ മകൻ, എന്തായാലും പാകിസ്ഥാനിൽ തന്നെ നിന്ന്. തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഉള്ള കൂട്ടത്തിൽ പ്രതീക്ഷ നൽകിയിട്ടുള്ള പാകിസ്ഥാന്റെ നേതാക്കന്മാരില്ലേ, ഇപ്പോൾ സുൽഫിക്കർ അലി ഭൂട്ടോ ഒക്കെ ഞാൻ ഇത് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുനീറിന് പേക്കിനാവുകൾ തീരുന്നില്ല. തീർച്ചയായിട്ടും. കാരണം മാത്രമല്ല നമുക്കും പ്രതീക്ഷ നൽകുന്ന ഒരാളാണ് കൂട്ടത്തിൽ.
ഒരു കൊള്ളാവുന്ന ഒരാൾ നമ്മുടെ ശത്രുരാജ്യമാണെങ്കിൽ പോലും അയൽ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ 2-3 കാര്യമുണ്ട്. ഒന്ന്, ഇദ്ദേഹം പഷ്തൂണിയാണ്. പഷ്തൂണികൾക്ക് പൊതുവെ ഒരു ഇന്ത്യൻ അറ്റാച്ച്മെന്റ് ഉണ്ട് കൂടുതലാണ്. ഗഫാർ ഖാന്റെ ഒക്കെ ഒരു ബന്ധമുണ്ട്. 2, അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരു ഗ്ലോബൽ അവയർനെസ് ഉണ്ട് അവർക്ക്. 2, മൂന്നാമത്തെ കാര്യം, ഇദ്ദേഹം ക്രിക്കറ്ററാണ്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഈ സങ്കുചിതമായ വിഭാഗീയ താല്പര്യങ്ങൾ, വംശീയ താല്പര്യങ്ങൾ, പ്രാദേശിക താല്പര്യങ്ങളുടെ പേരിൽ വന്നവരാണ് എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാവരും, ഏത് പാർട്ടി എടുത്താലും. അതേസമയത്ത് ഒന്നുകിൽ മതപരമായ താല്പര്യം, അല്ലെങ്കിൽ പ്രാദേശികമായ താല്പര്യം, അല്ലെങ്കിൽ വംശീയമായ താല്പര്യം, അതിൻ്റെ പേരിൽ കയറി വന്ന ഒന്നുകിൽ സിന്ധിയായി, അല്ലെങ്കിൽ പഞ്ചാബിയായി, അല്ലെങ്കിൽ വിരാഷ്ട്രവാദികളായി ഒക്കെ വന്നവരാണല്ലോ. അങ്ങനെ അല്ലാതെ വന്ന ഒരാളേ ഉള്ളൂ സർ, അത് ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ കളിച്ചു വന്നതാണ്, ക്രിക്കറ്റാണ് അദ്ദേഹത്തിൻ്റെ ലോകം. അപ്പോൾ ആ കുടുംബത്തിനും ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇമ്രാൻഖാനെ തടവിലിടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ മറ്റെല്ലാ രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിനെതിരായിരിക്കും, അത് തർക്കമില്ല. പിന്നെ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണെങ്കിൽ ആർക്കെതിരായിട്ടാണ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമ്രാൻഖാൻ്റെ കുടുംബത്തിൽ നിന്ന് കാസിം ഖാൻ. അപ്പോൾ സുലൈമാൻ ഖാൻ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ കാസിം ഖാൻ തീർച്ചയായിട്ടും ഒരു പോരാളിയുടെ വേഷത്തിൽ, അതും അസീം മുനീറിനെ പോലെ ഒരാൾ ഒരു പട്ടാള മേധാവിയാകാൻ കാത്തു നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരായി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാൾ എന്ന നിലയിൽ ഈ അസീം മുനീറിനെതിരായി ഇമ്രാൻഖാൻ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവിടെ തെരുവുകളിൽ എത്ര മുനീറിനെതിരല്ലേ? തീർച്ചയായിട്ടും തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ, എനിക്ക് തോന്നുന്നത് ഇപ്പോ പാകിസ്ഥാൻ മുസ്ലിം ലീഗിനേക്കാൾ ബേസ് ഉള്ള ഒരു പാർട്ടിയായിട്ട് ഈ ഇമ്രാൻഖാന്റെ പാർട്ടി തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി മാറിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിനെതിരായി ഏറെക്കുറെ അദ്ദേഹത്തിന്റെ ജയിലിലടച്ചതിന്റെ ഓരോ വാർഷികത്തിലും ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല അനുയായി വൃന്ദമുണ്ട് എന്നർത്ഥം. അദ്ദേഹം ജയിലിലാണെങ്കിൽ പോലും കുടുംബത്തിന്റെ മാത്രം ബലത്തിലല്ല, ഈ കുടുംബം നിൽക്കുന്നത് അദ്ദേഹത്തിന് അനുയായികളുടെ ബലത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ കാസിം ഖാൻ പാകിസ്ഥാന്റെ ഒരു പ്രതീക്ഷയായിട്ട് വരുമെങ്കിൽ അത് ഇന്ത്യക്ക് കൂടി കുറെ കൂടി ഒരു സഹോദര ഭാവേന മുന്നോട്ട് പോകാനുള്ള, സമാധാനത്തോടെ ഇങ്ങനെ പരസ്പരം മാന്താതെ ചൊറിയാതെ ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കാൻ. അത് വാസ്തവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിനൊക്കെ ഒരു ശമനമൊക്കെ വരും, സാധ്യതയുണ്ട്. ഇനി ആരെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഉയർന്നു വരുന്നെങ്കിൽ ഇന്ത്യക്ക് കൂടി പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് സാർ ഇപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രേക്ഷകരോട് പറഞ്ഞത്. പ്രേക്ഷകരും അത് കാണട്ടെ. ഇങ്ങനെയും സാധ്യതകളുണ്ട് പാകിസ്ഥാനിൽ, മുഴുവനും ഇരുളടഞ്ഞു പോയിട്ടില്ല എന്നൊരു വെളിച്ചം കൂടിയാണല്ലോ അത്. കാസിം ഖാൻ ഒരു പാകിസ്ഥാന്റെ പുതിയ പ്രതീക്ഷയായി വരുമെങ്കിൽ ഇന്ത്യയും അത് കൗതുകത്തോടെ കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.